ഇതാ നമ്മുടെ 3 ബലൂൺസ്. സോറി, ലവ് ആൻഡ് താങ്ക്സ്. ഏതാണ് മഞ്ജരി ചേച്ചി ചൂസ് ചെയ്യുന്നത്? എന്താണ് ചേച്ചി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്കറിയാം. ഞാൻ സോറി എടുക്കാം. ചേച്ചി ചൂസ് ചെയ്തത് സോറിയാണ്. ഈ ഒരു സെഗ്മെന്റ് ഭയങ്കര ഒരു ഇമോഷണൽ സെഗ്മെന്റ് ആണ്. ഞാൻ നേരത്തെ ശരത് സാറും ഷാനും ഒക്കെ സംസാരിക്കുമ്പോൾ ഞാനും വളരെ ഇമോഷണലായി പോയിരുന്നു ആ സമയത്ത്. ഞാൻ സോറി പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അച്ഛനോടാണ്. വേറൊന്നുമല്ല, ഞങ്ങളൊരു പ്രവാസികളായിട്ട് വളർന്നതാണ്. അപ്പം മസ്കറ്റിലാണ് ജനിച്ചൊക്കെ നാട്ടിലാണ്. അവിടെ ഒരു ചെറിയ ശമ്പളത്തിലാണ് എൻ്റെ അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ അതുപോലെ. ഞാൻ സ്കൂളിൽ പഠിക്കുന്നു. ആ സമയത്ത് കുറേ ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം അവർക്ക് അങ്ങനെ വരുമാനമൊന്നുമില്ല. അപ്പം അമ്മ ട്യൂഷൻസ് എടുക്കും. അറബി കുട്ടികൾക്ക് ഇംഗ്ലീഷൊക്കെ കുറച്ച് പറഞ്ഞു കൊടുത്ത് അങ്ങനെ കുറച്ച് ഫാമിലിയിലേക്ക് കോൺട്രിബ്യൂഷൻ അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. എനിക്ക് ഒരു കാര്യത്തിനും ഒരു കുറവും അവർ വെച്ചിട്ടില്ല. അപ്പം ഒരുപാട് ആർഭാടത്തിൽ ജീവിച്ചിട്ടില്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ബർഗറും സ്വീറ്റ്സും അവർ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് സ്കൂളിലൊക്കെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ വിഷമം, അയ്യോ. അപ്പം പല സമയത്തും എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അവർ ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് തുടക്ക സമയത്ത് അപ്പം എൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര വിഷമമുള്ളായിരുന്നു. അപ്പം അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഓരോ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നതും അങ്ങനെ വളർന്ന്. എനിക്ക് എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ എല്ലാവരും കൊച്ചുകുട്ടി പെൺകുട്ടികളാകുമ്പോൾ നല്ല സാരിയൊക്കെ കൊടുത്ത് അമ്മമാരി ഒരുങ്ങാനൊക്കെ ഞാൻ എൻ്റെ അച്ഛനെ അനുകരിക്കാറ്. കാരണം അച്ഛന് ആ ഒരു ചീർപ്പൊക്കെ ഉണ്ട്, ആ ഒരു റൗണ്ട് ചീർപ്പ്. അപ്പോൾ ഞാൻ അച്ഛൻ എങ്ങനെയാണോ താടി മീശയൊക്കെ ശരിയാക്കുന്നത് അതുപോലെ ഞാനും ഇങ്ങനെ ഒരുങ്ങാനൊക്കെ ശ്രമിക്കും. അച്ഛൻ മുണ്ട് കൊടുക്കുന്ന കണ്ടിട്ട് അതുപോലെ ഞാനും. എനിക്ക് അച്ഛൻ പോകുന്ന അതേ ബാർബർ ഷോപ്പിൽ തന്നെ പോകണം. എൻ്റെ മുടിയൊക്കെ ഞാൻ അതുപോലെ ബോയ്ക്കട്ട് അടിച്ചിട്ട് കമ്മലൊന്നും ഇടില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് എൻ്റെ ഹീറോ ആണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും എനിക്ക് അങ്ങനെ ഒരു എതിർപ്പുമില്ല. അത്രയും എന്നെ അവരുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ പോലും അവർ വളരെ ഹാപ്പി ആയിട്ടാണ് എനിക്കെല്ലാം തന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം സ്കൂളിൽ, ഇന്നത്തെ കാലത്ത് ശരിക്കും അതൊക്കെ ഭയങ്കര ഡേഞ്ചർ കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ അത് പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഞാൻ അന്ന് കുഞ്ഞിലെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് സ്കൂളിൽ അവർ പറഞ്ഞു സെൻറ്റൻസ് ഉണ്ടാക്കാൻ. അപ്പോൾ പല സെൻറ്റൻസുകൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ക്രൂവൽ എന്ന് പറഞ്ഞ വാക്ക് കൊണ്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുതി മൈ ഫാദർ ഇസ് എ ക്രൂവൽ മാൻ എന്ന്. അപ്പോൾ അത് ഞാനൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ലാഘവത്തിൽ എഴുതിയതാണ്. പിന്നീട് അത് കഴിഞ്ഞ് മാർക്കൊക്കെ കിട്ടിയ പേരൻറ് ടീച്ചർ മീറ്റിംഗ് വെച്ചപ്പോഴത്തേക്ക് അച്ഛനെയും അമ്മേനെയൊക്കെ വിളിപ്പിച്ചപ്പോൾ അവരിങ്ങനെ ചോദിച്ചു, ഈ കുട്ടി ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എന്നെയും വിളിപ്പിച്ച് അവിടെ നിർത്തി. അപ്പം വല്ലാത്തൊരു ടെൻഷൻ സിറ്റുവേഷൻ ആയിരുന്നു. അച്ഛൻ വല്ലാണ്ട് പേടിച്ച് അമ്മയുടെ മുഖത്തേക്ക് നോക്കാം, അയ്യോ അതെന്താ അങ്ങനെ എഴുതിയത്, നമ്മൾ മോൾക്ക് അങ്ങനത്തെ എന്തുകൊണ്ടാണ് മഞ്ജു അങ്ങനെ ഒരു ഫീലിംഗ് വല്ലതും ഉണ്ടായി? അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, അത് ഞാനൊന്ന് ആ സെൻറ്റൻസിന് വേണ്ടി എഴുതിയതാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഞാൻ തടി തപ്പി. പക്ഷെ വീട്ടിൽ പോയതിന് ശേഷം പിന്നീട് അമ്മ എന്നോട് ചോദിച്ചു, മോളെ അതിൻ്റെ ഇടയിൽ ഒരു നോട്ടൊന്നും ഇടായിരുന്നില്ലേ, മൈ ഫാദർ ഇസ് നോട്ട് എ ക്രൂവൽ മാൻ എന്ന് എഴുതായിരുന്നില്ലേ നീ? അങ്ങനെ ഞാൻ പറഞ്ഞു അമ്മ അത്രയൊന്നും ചിന്തിച്ചില്ല, പെട്ടെന്ന് എഴുതണമെന്ന് പറഞ്ഞു, ഞാനങ്ങ് എഴുതി. പക്ഷെ അച്ഛനത് മനസ്സിൽ വിട്ടു, കൊച്ചുകുട്ടിയാണെന്നുള്ളതാ. പക്ഷെ അച്ഛനത് വല്ലാത്തൊരു വിഷമം ഉള്ളിലുണ്ടായിരുന്നു. അത് എപ്പോഴും ഞങ്ങൾ തമാശയ്ക്ക് ഇപ്പോഴും ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നതിനോട്, എന്നാലും നീ അന്ന് എഴുതിയില്ലേ ഇങ്ങനെ. ഞാൻ എപ്പോഴും അച്ഛനോട് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, അതൊരു അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാ. അപ്പോൾ പിന്നീട് എനിക്ക് പല പ്രാവശ്യം തോന്നാറുണ്ട് അച്ഛൻ എൻ്റെ മ്യൂസിക്കൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളല്ല. അത്രയ്ക്ക് അങ്ങനെ പ്രോഗ്രാമിനൊക്കെ ഒന്നും വന്നാൽ അങ്ങനെ ഇരിക്കില്ല. അമ്മയും ഞാനും പ്രോഗ്രാമിന് കൊണ്ടുവിട്ട് അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യും പോകുന്നല്ലാണ്ട്. അപ്പം ഞാൻ വരിക അച്ഛൻ അങ്ങനെ മ്യൂസിക്കൊന്നും താല്പര്യമില്ല. പിന്നീട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നീ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് നീ സ്റ്റേജിൽ പാടുമ്പോൾ അച്ഛന് പൈസ ഇല്ലെങ്കിലും
ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ക്യാമറ കടം മേടിച്ചു. ഒരു ക്യാമറ കടം മേടിച്ച് നീ പാടുന്നത് വീഡിയോ എടുത്തു. പക്ഷെ അന്നൊരു ചെറിയൊരു മിസ്റ്റേക്ക് സ്റ്റേജിൽ പാടുമ്പോഴത്തേക്ക് അങ്ങനെ പറ്റിയപ്പോഴത്തേക്ക് അച്ഛൻ അതിന് ശേഷം അച്ഛൻ വീഡിയോ എടുക്കില്ല, ഫോട്ടോ എടുക്കില്ല. ഭയങ്കര അച്ഛന് ടെൻഷനായിപ്പോയി. പിന്നീട് ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് ഞാൻ പാടുമ്പോഴത്തേക്ക് അച്ഛൻ മാറി നിൽക്കും, അങ്ങനെ മുമ്പിൽ വന്നിരിക്കില്ല. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അച്ഛൻ അങ്ങനെ എൻ്റെ അടുത്ത് മോളെ നന്നായി പാടിയെന്നോ അങ്ങനെ ഒന്നും പറയാറില്ല. പക്ഷെ അമ്മ പറയും, നീ അറിയാണ്ട് നിന്റെ പാട്ടുകളെല്ലാം അച്ഛൻ രാവിലെ ഇറങ്ങുമ്പോൾ കേൾക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ പാട്ടുകളാണ്. അത് നീ പാടിയ പാട്ട് കേട്ടിട്ടേ അച്ഛൻ പോവുള്ളൂ. അങ്ങനെ ഞാനും അച്ഛനും കൂടി ഒരുപാട് ഇപ്പം നിങ്ങളൊക്കെ ഓരോ അവസരങ്ങൾ തേടി നടക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ചെന്നൈ മുഴുവനും ഞാനും അച്ഛനും കൂടി പല സ്റ്റുഡിയോസിലും പോയി വോയിസ് ടെസ്റ്റ് ചെയ്യാനും CDs കൊടുത്ത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ട്, അച്ഛാ എനിക്ക് ഒരിക്കലും സിനിമയിൽ പാടാൻ പറ്റില്ലല്ലോ അച്ഛാ. അപ്പം അച്ഛനാണ് എനിക്ക് അന്ന് ധൈര്യം തന്നത്, മോളെ അങ്ങനെയല്ല, നിനക്ക് ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി എന്നെങ്കിലും അത് നടക്കും, അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് കളയരുത്. അപ്പം എൻ്റെ സംശയത്തോടെ എപ്പോഴും ഞാൻ ചോദിക്കാറുള്ള എൻ്റെ അച്ഛനോടാണ്. വരുമ്പോൾ ഞാൻ എപ്പോഴും അതിശയത്തോടെ നോക്കുന്നത് എൻ്റെ അച്ഛൻ എങ്ങനെ എല്ലാത്തിനും ഒരു ഉത്തരവുണ്ട്, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ അച്ഛൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ എൻ്റെ അച്ഛനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ അടുത്ത് വരെ അമൃത TV-യിലൂടെ ഓരോ പ്രോഗ്രാംസ് നമ്മുടേത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പോലും അറിയില്ല ഈ റീടെലികാസ്റ്റിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ. അമ്മ പറയും അച്ഛനെല്ലാം ഇരുന്ന് കാണും. അപ്പോൾ എന്നോട് പല പ്രാവശ്യം അത് പ്രകടിപ്പിക്കാറില്ല. എനിക്ക് അത് പറയുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്ങിലേക്ക് ഞാൻ പോവും. അതുകൊണ്ട് അച്ഛൻ നമ്മുടെ അമൃതയിലൂടെ തന്നെ ഞാൻ ഇന്ന് വരെ അച്ഛനോട് അത് പറഞ്ഞിട്ടില്ല. ഇനി അച്ഛൻ എന്നെ അങ്ങനെ ഞാനത് വേണമെന്ന് വെച്ച് എഴുതിയതൊന്നും അല്ല അച്ഛാ. ഐ എം എക്സ്ട്രീംലി സോറി മാത്രമേ പറയാനുള്ളൂ. എൻ്റെ ഹീറോ അച്ഛനാണ്. എനിക്ക് അച്ഛൻ ഒരിക്കലും ഒരു ക്രൂവൽ അച്ഛനല്ല. അച്ഛൻ എൻ്റെ എല്ലാമാണ്. ഐ മിസ് യു, ഐ ലവ് യു അച്ഛ. ലോട്ട്സ് ഓഫ് ലവ് ഫ്രം മഞ്ജു. അച്ഛനിപ്പോ ഇത് കാണുന്നുണ്ട് ചേച്ചി, ഉറപ്പായിട്ട് അച്ഛൻ എന്തായാലും എല്ലാ എപ്പിസോഡും കാണുന്നല്ലേ. അപ്പൊ അച്ഛൻ ഇത് കാണുന്നുണ്ട്, എല്ലാം കാണും. അതെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇതുപോലത്തെ ഇമോഷൻസ് ഉണ്ട്. സത്യം പറഞ്ഞ ഈ ഒരു റൗണ്ട് കൊണ്ടുവന്നപ്പോഴാണ് ഇപ്പൊ ശരത് സാർ ആണെങ്കിലും ഷാനിക്ക ആണെങ്കിലും ചേച്ചി ആണെങ്കിലും എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അത് പറയാനാണെങ്കിലും. ഇതുപോലെ എല്ലാവരുടെയും ഉള്ളിൽ പറയാൻ പറ്റാതെ അല്ലെങ്കിൽ പറയാൻ പറ്റാതെ പോയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, പ്രത്യേകിച്ച് അച്ഛനോടും അമ്മയോടും. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരോടൊക്കെ നമ്മൾ സോറി ഒക്കെ പറഞ്ഞാലും അച്ഛനോടും അമ്മയോടും നമ്മൾ അങ്ങനെ അത് പറയാറില്ല അല്ലെ. നമ്മള് ഐ ലവ് യു എന്നോ അല്ലെങ്കിൽ സോറി എന്നോ ഒന്നും നമ്മൾ പറയാറില്ല അവരോട്. അപ്പോ എല്ലാരും അതിപ്പോ ഉള്ളിൽ പറയുന്നുണ്ടാവും അറിയാം. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും, നമ്മൾ അതിനു വേണ്ടി മടിക്കണ്ട. അച്ഛനോടും അമ്മയോടൊക്കെ നമുക്ക് ഇനി ഐ ലവ് യു എന്നും സോറി എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ് ശരിക്കും. അച്ഛൻ ഇത് കാണുന്നുണ്ടാവും. ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അറിയിക്കുകയാണ് അച്ഛന്. Okay? Yes, Acha. Once more. Sorry, I love you. Thank you for everything. We love you.